വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. നിലമ്പൂർ ഇനി ആര്യാടന് സ്വന്തം. ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെ കൈവിടാതെ നിലമ്പൂരിന്റെ മണ്ണ്. 11,005 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരുകാർ സ്നേഹത്തോടെ ബാപ്പൂട്ടി എന്ന് വിളിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ കാര്യമായ മുൻകൈ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരുന്നു. 2 റൗണ്ടിലൊഴികെ ബാക്കി എല്ലാ റൗണ്ടിലും ഷൗക്കത്ത് തന്നെയായിരുന്നു മുന്നിൽ. 2016 PV അൻവറിനോട് നിലമ്പൂരിൽ പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് അൻവർ ഒഴിഞ്ഞ അതേ സീറ്റിലേക്ക് മത്സരിച്ച് കന്നി അംഗമായി നിയമസഭയിലേക്ക് എത്തുകയാണ്. മൈക്ക് കാണുമ്പോൾ നിയന്ത്രണം വിടരുതെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത ശില്പശാലയിലായിരുന്നു വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഗോവിന്ദൻ നടത്തിയ RSS പരാമർശത്തിലാണ് മുഖ്യമന്ത്രി താക്കീത് നിറഞ്ഞ വിമർശനം നടത്തിയത്. പാൽ മോഷ്ടിച്ചതിന് ക്ഷേത്ര ജീവനക്കാരൻ പിടിയിൽ. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 25 ലിറ്റർ പാൽ മോഷ്ടിച്ച ജീവനക്കാരൻ പിടിയിൽ. അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽകുമാറാണ് പിടിയിലായത്. തുടർച്ചയായി പാൽ മോഷണം പോകുന്നുവെന്ന് ആരോപിച്ച് ക്ഷേത്ര വിജിലൻസ് സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കവെയാണ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ പാൽ മോഷണം നടത്തിയതായി കണ്ടെത്തിയത്. ജീവനക്കാരനെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. മോഷണം മറച്ചുവെക്കാൻ ശ്രമം നടന്നതായും ആരോപണം ഉയരുന്നുണ്ട്. ആശാ വർക്കർമാർക്ക് 3 മാസത്തെ ഓണറേറിയം ഒന്നിച്ചു ലഭിക്കും. ആശാ വർക്കർ എന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾക്ക് 3 മാസത്തെ ഓണറേറിയം നൽകാൻ ആവശ്യമായ തുക അനുവദിച്ച സർക്കാർ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറേറിയമായി നൽകേണ്ട തുകയാണ് അനുവദിച്ചത്. പ്രതിമാസം 7,000 രൂപ വീതം 26,125 ആശമാർക്കാണ് ഓണറേറിയം ലഭിക്കുക. ഇതിനായി 54,86,25,000 രൂപയാണ് അനുവദിച്ചത്. ആശാ സമരത്തിനിടെയാണ് ഈ തീരുമാനം. കടുത്ത നീക്കവുമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് പാർലമെന്റ് അംഗീകാരം നൽകിയെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അന്തിമ തീരുമാനം ഇറാൻ പരമാധികാരി ആയത്തുള്ള അലി ഖമീനി എടുക്കുമെന്നാണ് വിവരം. ആഗോള എണ്ണ വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇറാന്റെ തീരുമാനം. പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ 40% എണ്ണക്കപ്പലുകളുടെയും ഗതാഗതത്തെ ബാധിക്കും. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക കൂടി ആക്രമണം നടത്തിയതോടെയാണ് ഇറാൻ കടുത്ത തീരുമാനത്തിലെത്തിയത്. ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇന്ത്യ വാങ്ങുന്നുണ്ട്. മൊത്തം ഇറക്കുമതിയുടെ 40%-ലധികം ഈ രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയുടെ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിയുടെ 60%-വും ഇതുവഴിയാണ്. അതേസമയം ഹോർമുസ് അടച്ചാലും ഇന്ത്യക്ക് പ്രതിസന്ധി ഇല്ലെന്നാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നത്. പ്രസിഡന്റ് ആകാനില്ലെന്ന് മോഹൻലാൽ. അഡ്ഹോ കമ്പനിയുടെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനം. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാകില്ലെന്ന് മോഹൻലാൽ അറിയിച്ചതോടെയാണ് സംഘടനയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതുവരെ നിലവിലെ ഭരണസമിതി തുടരും. ഇനി മുതൽ ആധാറിലെ വിവരങ്ങൾ വീട്ടിലിരുന്ന് അപ്ഡേറ്റ് ചെയ്യാം. നവംബർ മുതൽ ആധാർ അപ്ഡേറ്റിൽ പുത്തൻ മാറ്റങ്ങൾ. പലപ്പോഴും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി ആധാർ സെന്ററുകൾ സന്ദർശിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ വർഷം നവംബർ മുതൽ ഒരു വ്യക്തിക്ക് സ്വയം വിവരങ്ങളെല്ലാം ഇലക്ട്രോണിക് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഫിംഗർ പ്രിന്റ്, ഐറിസ് വിവരങ്ങൾ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നും അതിനുള്ള സംവിധാനം ഒരുങ്ങുകയാണെന്നും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മേധാവി ഭുവനേഷ് കുമാർ അറിയിച്ചു. നവംബർ മുതൽ പുത്തൻ മാറ്റങ്ങൾ നിലവിൽ വരുമെന്നാണ് വിവരം. VS ആശുപത്രിയിൽ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. കായിക ലോകം. ക്ലബ് ലോകകപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വൻ വിജയം. ഫിഫ ക്ലബ് ലോകകപ്പിൽ വമ്പന്മാർക്ക് വിജയം. മാഞ്ചസ്റ്റർ സിറ്റി UAE ക്ലബായ അൽ എയിനെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തകർത്തുവിട്ടു. G ഗ്രൂപ്പിൽ സിറ്റിയുടെ തുടർച്ചയായ 2ാം വിജയമാണിത്. 6 പോയിന്റുകളുമായി ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി. 6 പോയിന്റുള്ള യുവൈറ്റ് ഗോൾ ആനുകൂല്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ ആരോഗ്യം
നമ്മളിലൂടെ. ആയുർവേദത്തിൽ പ്രധാനിയായ തുളസി പല ആരോഗ്യ പ്രശ്നങ്ങളും ഭേദമാക്കാൻ സഹായിക്കും. ആന്റി ഓക്സിഡന്റ്, ആന്റി ഫംഗൽ, ആന്റിസെപ്റ്റിക്, ആന്റി ബാക്ടീരിയൽ സവിശേഷതകൾ തുളസി ഇലയിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാ ദിവസവും ഏകദേശം 10-12 തുളസി ഇലകൾ ചവയ്ക്കുന്നത് രക്തചംക്രമണം ക്രമീകരിക്കാനും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും സഹായിക്കുന്നു. മോണരോഗങ്ങൾ, പയോറിയ, മറ്റ് ദന്താണുബാധകൾ എന്നിവ തടയാൻ തുളസി ഉണക്കിപ്പൊടിച്ച് തേച്ചാൽ മതി. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.